ഹായ് വ്യൂവേഴ്സ്, വാട്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ ഇട്ട മോരുകറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കീറി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തൈര്. ഇപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്കിതെല്ലാം കൂടെ മാറ്റി കുറച്ച് പാകത്തിന് വെള്ളം ചേർത്ത് അടുപ്പിൽ വെക്കാം. അപ്പോൾ സ്റ്റൗവിൽ അത് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ചേർക്കാം. ഈ തൈര് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പും കൂടെ ചേർക്കുക. ഇത് വേകുമ്പോഴത്തേക്കിന് ഒത്തിരി സമയം എടുക്കത്തില്ല, ഒരു 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് ആ തൈരൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാൻ ഈ തൈര് നമുക്ക് ഉടയ്ക്കുന്നതിന് മുന്നേ ആ അരപ്പൊന്ന് തയ്യാറാക്കാമെന്ന്. ജീരകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് തേങ്ങയും ചേർക്കുവാണ്. ജീരകം, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പാകത്തിന് വെള്ളം ചേർക്കുക. അപ്പോൾ നമുക്ക് ഈ തൈരൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ അരപ്പും കൂടെ ചേർത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ അരപ്പും തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തിളയ്ക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അധികം തിള വരരുത്. ഒന്ന് ചൂടായാൽ മതി, തിള വരരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് കടുകൊക്കെ വറുത്തെടുക്കാം. ഞാൻ കടുക് വറുത്തെടുക്കാൻ പോവുകയാണ്. കടുക് വറക്കാനായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്. കടുകും ഉണ്ട് കേട്ടോ. ഇപ്പം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മോര് കറിയിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മോര് കറിയാണ്, കുമ്പളങ്ങ ചേർത്തിട്ടുള്ളൊരു മോര് കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. താങ്ക് യു സോ മച്ച്.